എന്നോടൊരു ഒരു വലിയ പേരെടുത്ത ഖതീബ് പാകിസ്ഥാൻ ഹോട്ടലിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, കേരളത്തിലുള്ള സമസ്തക്കാർ വരെ ഗണ്ണിക്കുന്ന എതിർക്കുന്ന അവർ പഴയ കാലഘട്ടത്തിൽ എതിർത്തതായ ഉറൂസുകൾ ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലില്ലേ, നിങ്ങളുടെ നാട്ടിലുമില്ലേ? അദ്ദേഹത്തിന് മറുപടി, പറഞ്ഞാൽ നടക്കൂല. എന്താണ് മറുപടി? പറഞ്ഞാൽ നടക്കൂല. പറഞ്ഞവർ പറഞ്ഞപ്പോ നടന്നില്ലേ? എത്ര പറഞ്ഞു നടന്നു. നടക്കാത്ത നാടുകൾ ഏതാണ്? പറയാത്ത നാടുകളാണ്. പരിശോധിക്കുങ്ങൾ. കേരളത്തിൽ നടക്കാത്ത നാടുകൾ പറയാത്ത നാടുകൾ, നടന്ന നാടുകൾ പറഞ്ഞ നാടുകൾ. അതെ, നിങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ നടന്നു, പറയേണ്ടത് വെച്ചപ്പോ നടന്നില്ല. അതാണ് പ്രശ്നം. റസൂല് ഇവിടെ മക്കയിലേക്ക് വന്ന ഉടനെ തന്നെ വീട്ടുകാർ മുഴുവനും റസൂലിനെതിരാണ്, നാട്ടുകാരും എതിരാണ്, വിദേശികളെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും എതിരാണ്. അപ്പൊ ഏതായാലും ഇപ്പൊ തൽക്കാലം പറയണ്ട, തൽക്കാലം ഇപ്പൊ മിണ്ടാതിരിക്കുക, കുറച്ച് സോപ്പൊക്കെ ഇട്ട് പാലൊക്കെ ഇട്ടിട്ട് പതുക്കെ എപ്പോഴെങ്കിലും പറയാ നോക്കാം എന്നൊക്കെ വെച്ച് ബന്ധിപ്പിച്ചോ? ഇല്ല. റസൂല് തുടങ്ങി. അള്ളാന്റെ ശൈലി തന്നെ അങ്ങനെയാണ്. ആമന റസൂൽ, മുഹമ്മദ് മുഅ്മിനായി. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, അവരിലേക്ക് ഇറങ്ങപ്പെട്ട ഖുർആനിൽ അവർ ഇതാ ആദ്യത്തെ മെമ്പർഷിപ്പ് നേടി. പിന്നെയാണ് വൽ മുഅ്മിനൂൻ, മുസ്ലിങ്ങൾ ബാക്കിൽ കൂടി അവരെ അനുകൂലിച്ചു, അവരിൽ വിശ്വസിച്ചു. അങ്ങനെ സീറോ ആയിരുന്നു ഇവിടെ. അവിടുന്ന് റസൂൽ ഒറ്റക്ക് തള്ളാൻ തുടങ്ങി. പിന്നെ കുറെ ആൾക്കാർ, അബൂബക്കർ കൂടി, ഉമർ കൂടി, ഉസ്മാൻ കൂടി, അലി കൂടി, 10 ആൾ കൂടി, 100 ആൾ കൂടി, 1000 ആൾ കൂടി, തള്ളിയിട്ട് 30 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യത്തിലേക്ക് തള്ളിയെത്തി. തള്ളണ്ടാന്ന് വെച്ചാലോ പോകലുണ്ടാവില്ല, അവിടെ തന്നെ നിൽക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാരണത്താൽ അല്പം ഒരു ഒഴിവ് കിഴിവ്, ഒരു നീക്കുപോക്ക് ചെയ്താൽ നിന്നെ ഞാൻ കഠിന ശിക്ഷ, ഡബിൾ ശിക്ഷ. وإن كادوا ليفتنونك عن الذي أوحينا إليك لتفتري علينا غيره وإذا لاتخذوك خليلا ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا إذا لأذقناك ضعف الحياة. മക്കക്കാർക്കോ അല്ലെങ്കിൽ തായിഫുകാർക്കോ ആർക്കെങ്കിലും നിങ്ങൾ ചെറിയൊരു ലയനം, അപ്പൊ പറയാറുണ്ടല്ലോ, എന്ത് ലയനമൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ വിശാലമാണ്. ലയനത്തിന്റെ പേരും പറഞ്ഞിട്ട് നോമ്പ് നോക്കാത്ത ശേഖരനെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കുക. എങ്ങനെയാണ്? ശേഖരൻ നോമ്പ് പിടിച്ചിട്ടില്ലല്ലോ, മുപ്പരക്കാൻ നോമ്പ് മുറിപ്പിക്കുക. നോമ്പ് മുറിപ്പിക്കുക എന്തിനാണ്? അവരെ അടുപ്പിക്കാൻ. എടോ, നോമ്പ് മുറിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫണ്ട് ഒഴിവാക്കിയിട്ട് വേറെ ഫണ്ട് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ നിർബന്ധമാണ് മൂപ്പരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ. അങ്ങനെ കിട്ടുമെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ വേറെ ഫണ്ട് ഉണ്ടാക്കാന്നല്ലാതെ മുസ്ലിങ്ങൾ നോമ്പ് പിടിച്ചതായ നോമ്പുകാരുടെ നോമ്പ് മുറിപ്പിച്ച് കൂലി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫണ്ടില് ശേഖരനെയും ലക്ഷ്മിയെയും നായരെയും നോമ്പ് പിടിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ലയനത്തിന്റെ ഒരു രൂപമാണ്. ആ ലയനം എവിടേക്കെത്തിയപ്പോൾ മൗലവിക്ക് അറിയുന്നതാണ്. ഇവിടെ ദമ്മാമിലേക്ക്, ജിദ്ദയിലേക്ക്, മദീനയിലേക്ക് ഇപ്പോൾ വരാറില്ല. ദമ്മാമിലേക്ക്, ജിദ്ദയിലേക്ക്, റിയാദിലേക്കൊക്കെ ഇല വരുന്നു ഓണം കൊണ്ടാടാൻ. ഇല കേരളത്തിൽ നിന്ന് ഇല, പുഷ്പവും ഇലയും വിഷ്ണുവും മഹാബലിയുമായുള്ള ആ ബന്ധം സ്ഥാപിക്കാൻ എവിടെ? മുഹമ്മദിന്റെ നാട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മിത്രനാണ് റസൂലിനോട്, ബന്ധമുണ്ട് റസൂലിനോട്, സ്നേഹമുണ്ട് റസൂലിനോട്, സ്നേഹമുണ്ട് ഇസ്ലാമിനോട്, വിവരമുണ്ട് ഇസ്ലാമിൽ. ആ സൈസ് വിഭാഗത്തിന്. അതെ, അങ്ങനെയുള്ള ലയനം എന്തെങ്കിലും രൂപത്തിലൊന്ന് താഴ്ന്ന് ഒഴിവ് കിഴിവ് നടത്തിക്കളയാമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ എന്താ കാട്ടാന്നറിയാം? നിങ്ങൾ ഞാൻ ഡബിൾ ശിക്ഷ സൃഷ്ടിക്കും. മുഹമ്മദ് നബിയോട് അല്ലാഹു, റസൂലിനോട് അല്ലാഹു. എന്തെങ്കിലും നിനക്ക് നീക്കുപോക്കില്ല. അല്ലാഹ് ഏകൻ. പ്രാർത്ഥന അവന് മാത്രം, ആരാധന അല്ലാഹ് അവന് മാത്രം, നേർച്ച അല്ലാഹ് മാത്രം, ജീവിതം അല്ലാഹ് മാത്രം, മരണം അല്ലാഹ് മാത്രം, ഹൃദയത്തിന്റെ അകത്തുള്ള സ്നേഹം, അതുപോലെ തന്നെ ഭയം, തവക്കുല്, എല്ലാം അല്ലാഹ് മാത്രം. ഈ തത്വം അത് വിജയിക്കണം. അത് വിജയിച്ചു. 1000ഓളം വർഷങ്ങൾ ആ തത്വം ഉൾക്കൊണ്ട് നടക്കുന്നവരിവിടെ ഉണ്ടായി. അവർക്ക് ഭരണകൂടമുണ്ടായി. അതാതുർക്ക് വരുന്നതുവരേക്കും പേരിലെങ്കിലും ഒരു നിലക്കല്ലെങ്കിലും മറ്റൊരു നിലക്ക് നാം ആയിരുന്നു, തൗഹീദിന്റെ പതാകയായിരുന്നു പറന്നിരുന്നത് ലോകത്ത്. അല്ല എന്ന് ലോകത്തിന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അവർ പറഞ്ഞാൽ നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വിജയിച്ചു. പറയണമെന്ന് വെച്ചാലോ വിജയിക്കലുണ്ടാവില്ല. അതെ സഹോദരന്മാരെ, സഹോദരികളെ,
അല്ലാഹു പറയുന്നു ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിൻ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി തമനൻ ഖലീലാ ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലൻ നാർ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നിട്ട് ഇറങ്ങിയതായ 93 തൗഹീദിന്റെ വചനത്തെ ഒളിപ്പിച്ചു വെച്ചിട്ട് 96 ശിർക്ക് ചെയ്യരുത് എന്ന വചനത്തെ ഒളിപ്പിച്ചു വെച്ചിട്ട് 437 പ്രാവശ്യം ഈമാൻ എന്ന് പറയുന്ന പദത്തെ ഒളിപ്പിച്ചു വെച്ചിട്ട് 115 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവോട് മാത്രമാണ് എന്ന അർത്ഥം ഉൾക്കൊള്ളിക്കുന്ന സൂചനകളുള്ള ദുആ എന്ന പദപ്രയോഗം ഉപയോഗിച്ചതായ ഭാഗങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് അതൊന്നും പറയാതെ ഒരാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു അതിലൂടെ അവർക്ക് വേണ്ടത് ഭൗതിക നേട്ടങ്ങളാണ്. പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കലാണ്, മഹല്ലത്തുകാർക്ക് വീട് കെട്ടിച്ചു കൊടുക്കലാണ്, മഹല്ലത്തുകാർ അദ്ദേഹത്തിന് പണപ്പിരിവ് ഉണ്ടാക്കാൻ ഗൾഫിലേക്ക് കാശ് കൊടുക്കലാണ് എന്നീ ഭൗതികമായ സമനം ഖലീല ഉദ്ദേശിച്ചിട്ടാണ് സത്യം പറയണ്ട എന്ന് വെച്ചതെങ്കിൽ ഉലൈക ആ വിഭാഗം മായകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അവര് തീയാണ് തിന്നുന്നത്. അവരുടെ പിരിവിലൂടെ, അവരുടെ ശേഖരണത്തിലൂടെ, അവരുടെ സമ്പാദ്യത്തിലൂടെ അവർ തിന്നുന്നത് തീയാണ്, തീയാണ്, തീയാണ്. ഖുർആൻ അല്ലാഹു പറയുന്നു വലാ യുകല്ലിമുഹുല്ലാഹ്, അല്ലാഹുവോട് സംസാരിക്കുന്നത് തന്നെ ഇല്ല. അല്ലാഹു അവരോട് സംസാരിക്കുക തന്നെ ഇല്ല. പരലോകത്തിൽ അല്ലാഹു എല്ലാവരോടും സംസാരിക്കും. ചിലരോട് പ്രീതിയുടെ സംസാരിക്കും, ചിലരോട് ക്രോധത്തിന്റെ സംസാരിക്കും. നമ്മളോടൊക്കെ അല്ല സംസാരിക്കും, നമ്മളോടൊക്കെ അല്ല സംസാരിക്കും. അല്ല പ്രീതിയുടെ നോട്ടം നോക്കുന്ന, പ്രീതിയുടെ സംസാരിക്കുന്ന ഇനത്തിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തട്ടെ. റസൂൽ നമസ്കരിച്ച ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ പൊഴുത്തി വാഴ്ത്തി പറയാനുള്ളതായ തൗഫീഖ് നൽകിയതായ റബ്ബിന് നമ്മുടെ കഴിവിന്റെ പരമാവധി നന്ദി പ്രകടിപ്പിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു പറയുന്നു വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുക തന്നെ ഇല്ല. വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം, അവർക്ക് അവിടെ സംരക്ഷണമില്ല, അവർക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള ചാൻസ് ഇല്ല, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹു മറ്റൊരായത്തിൽ ചോദിക്കുന്നു, ഇത് ആയത്തിന്റെ പരിപൂർണതയിൽ ചോദിക്കുന്നു ഫമാ അസ്ബറഹും അലന്നാർ, എന്തൊരു കഴിവാണ്, ക്ഷമയാണ് അവരിൽ നരകത്തിൽ പോകാനുള്ള ക്ഷമ ഉണ്ടെങ്കിലല്ല ഈ പണി, ഈ ക്രൂരകൃത്യം ചെയ്യുള്ളൂ. അള്ളാഹുവോട് മത്സരിക്കുക, അള്ളാഹുവോട് മല്ലിടുക, അള്ളാഹു ഇറക്കിയതായ തൗഹീദിന്റെ ഘടകവിരുദ്ധം പ്രവർത്തിക്കുക, അതിനെതിരിൽ ഒരു ചെറിയ ചിന്തിക്കാനുള്ള വേദിയെങ്കിലും ഉണ്ടാക്കുക. കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കുറെ ആയത്ത് അവർ ഓതുന്നുണ്ട്. അതുകൊണ്ട് ഇമാം നവവി 40 ഹദീസ് എന്ന് പറയുന്ന അർബഈൻ നവവിയിൽ പറഞ്ഞ കിതാബിലുള്ള ആ സഹീഹായ ഹദീസിന്റെ സിഹാഹിലുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അൽ ഹലാലു ബയ്യിനുൻ, ഹലാൽ പ്രകടമാണ്, അതിന്റെ ഇടയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു വിഷയമുണ്ട് വരും. അങ്ങനെയുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ഒരാൾ വിട്ടുനിൽക്കലാണ് ഉത്തമം. എന്തിന്? ഈമാനെ സംരക്ഷിക്കാൻ എന്ന് റസൂൽ പറഞ്ഞ അതെങ്കിലും ഉൾക്കൊണ്ടിട്ട് എന്നാൽ ഇങ്ങനെയുള്ള അപകടം വേണ്ടാന്ന് വെക്കാന്നെങ്കിലും തീരുമാനിച്ചൂടെ? അതും ചെയ്യൂല, ചെയ്താലേ തീരൂ. അതിന് ഫിലിം ഉണ്ടാക്കുക, അതിന് പ്രത്യേക വകുപ്പുണ്ടാക്കുക, അതിനുവേണ്ടി സമ്മേളനങ്ങളും ഉണ്ടാക്കുക, അങ്ങനെയുള്ള തട്ടിപ്പിലുള്ള വകുപ്പുകളെ തന്നെ സൃഷ്ടിച്ചു വിടാം. അബ്ദുറഹ്മാൻ ബാഫഖിനോട് പറഞ്ഞു, മരിച്ച വർഷത്തിൽ മക്കയിൽ വെച്ചിട്ട് ഞാൻ അജ്മീർ വഴിയായിട്ടാണ് ഹജ്ജിന് വന്നത്. അഷ്റഫെ, ഞാൻ ചെറുപ്പമാണ്, എനിക്ക് അന്ന് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹം ലാസ്റ്റ് ചെയ്ത ഹജ്ജ് ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്തത്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ അബ്ദുറഹ്മാൻ ബാഫഖി അറിയാത്ത കേരളക്കാരനില്ലല്ലോ. അദ്ദേഹം പറയുന്നു, അവിടെ ഞാൻ കണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുകയാണ് അഷ്റഫേ. ഒരു ഗൂഢസംഘം സിഖുകാരവിടെ പ്രവർത്തിക്കുകയാണ് വലിയിന്റെ പേരിൽ നിന്ന്. അപ്പൊ ഖബറുകളുടെ പരിസരത്തിൽ എന്താണ് നടക്കുന്നത്, എന്താണ് നടമാടുന്നത്? ഗൂഢസംഘങ്ങൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ 2000 ഉറുപ്പിക ആവശ്യപ്പെട്ടുകൊണ്ട് ഖബറിലേക്ക് വന്നപ്പോൾ ഒരു സിഖുകാരൻ തലപ്പാവുമായിട്ട് വന്നിട്ട് പറഞ്ഞു, 40 ദിവസം ചോദിക്കണം എന്നാലേ കിട്ടുള്ളൂ. 40 ദിവസം അത് കഴിഞ്ഞപ്പോൾ 2000-ന് കെട്ടുമായി വന്ന് സിഖുകാരൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇത് ബാഫഖി തങ്ങൾ പറയുന്ന വാക്കാണ്, ബാഫഖി തങ്ങൾ പറയാണ്. അങ്ങനെ ഈ വാർത്ത അദ്ദേഹം ചോദിച്ചപ്പോ 2000 കിട്ടി എന്നുള്ള വാർത്ത അപ്പം തന്നെ ബൊംബെയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എന്താണ്? ഗൂഢസംഘം പ്രവർത്തിക്കുകയാണ്. കാരണം 2000 പോയാൽ എന്താ 2 ലക്ഷം കിട്ടൂലേ? ഈ 2000 കിട്ടൂന്നുള്ള വാർത്ത ബൊംബെയിലേക്ക് എത്തിയാൽ പിന്നെ 2 ലക്ഷം വരും. ഒരാൾ 1 രൂപ വീതം പെട്ടിയിലിട്ട 2 ലക്ഷം 10 ലക്ഷം കിട്ടിയില്ലേ? അപ്പൊ 2000 പോയാലും വിരോധമില്ല. പിന്നൊന്നുകൂടി തങ്ങൾ പറഞ്ഞു, കൂടെയുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി എന്താണ്, ആ 2000 കൊണ്ടുകൊടുത്ത ദിവസത്തിൽ തൊട്ട ഹോട്ടലിൽ 2000 കളവും പോയിരുന്നു.
അപ്പൊ എല്ലായിടങ്ങളിലും തട്ടിപ്പോട് തട്ടിപ്പ്. ഇതാണ് ഖബറിന്റെ പേരിൽ നടക്കുന്നത്. ഇതിന് വലിയനോടുള്ള സ്നേഹമോ ഔലിയാക്കന്മാരോടുള്ള സ്നേഹമോ മതിപ്പോ അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. തട്ടിപ്പാണ് കൂട്ടരെ. ഒരു വിഭാഗം തട്ടിപ്പ് നടത്തുന്നു, മറ്റൊരു വിഭാഗം ഒരു വിഭാഗം ശിർക്ക് ചെയ്യുന്നു, മറ്റൊരു വിഭാഗം തട്ടിപ്പിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ശിർക്ക് ചെയ്യുന്നവർ ഒരു പക്ഷേ വിശ്വസിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അവരിലേക്ക് ചെന്നാൽ, നേർച്ചയാക്കിയാൽ, അവരോട് ചോദിച്ചാൽ പ്രശ്നം പരിഹരിക്കുമെന്ന അന്ധവിശ്വാസമായിരിക്കാം. അല്ലാഹു ഖുർആനിലൂടെ കടുകട്ടിയുള്ള ശൈലിയിൽ ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യരാശിയെ അല്ലാഹു വിളിക്കുകയാണ്. പണ്ടിവിടെ മദീനത്ത് ഇറങ്ങിയ വിളിയാണത്. മനുഷ്യരാശികളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവിനോട് ആശ്രയിക്കേണ്ടി വരും. അല്ലാഹുവിനോട് ആവശ്യമില്ലാത്തവർ നിങ്ങൾ ആരുമില്ല. നബിയില്ല, വലിയില്ല, മലക്കില്ല, ജിന്നില്ല, മനുഷ്യനില്ല, അല്ലാത്തവരില്ല. എല്ലാവർക്കും അല്ലാഹുവിന് ആവശ്യമുണ്ട്. അല്ലയോ വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ഐശ്വര്യവാനാണ്. നിങ്ങളുടെ ആരുടെയും ആവശ്യം അല്ലാഹുക്കില്ലേ ഇല്ല. അല്ലാഹു വൽ ഗനിയുൽ ഹമീദ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ യുദ്ഹിബുക്കും, നിങ്ങളെ മുഴുവനും ചുട്ടുചാമ്പലാക്കി നശിപ്പിക്കും. വേറെ പുതിയ ഖൽഖിനെ, സൃഷ്ടികളെ അല്ലാഹു ഉദ്ദേശിച്ചാൽ സൃഷ്ടിക്കുകയും ചെയ്യും. എന്താ കേട്ടത്? സൃഷ്ടികൾ നബിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുമ്പോൾ ആയിഷ പ്രാർത്ഥിക്കുക റസൂലിന്. ബുഖാരിയിലാണ്. ആയിഷ റസൂലിനോട് പ്രാർത്ഥിച്ചിട്ട് ആയിഷ പറയുന്നു, എൻ്റെ കൈയിനേക്കാളും പവിത്രതയുള്ള കൈയല്ല റസൂലിൻ്റെ കൈയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ ഊതിയിട്ട് നബിയുടെ ശരീരത്തിൽ തടകി. ആരുടേതാണ് കൂട്ടരെ? ലോക നേതാക്കളുടെ നേതാവായ, നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രോഗം ബാധിച്ചിട്ട് അവർ മരണശയ്യയിൽ രോഗത്തിൽ കിടക്കുമ്പോൾ ഊതുകയും ഓതുകയും ചെയ്യാം. എന്താ പ്രശ്നം? അതാണ് റസൂൽ പഠിപ്പിച്ചത്. അല്ലാഹുലേക്കല്ലാത്ത, അള്ളാഹിനോടല്ല. അതുകൊണ്ട് സൗദി അറേബ്യയിലുള്ള, ഗൾഫിൽ, നിങ്ങൾ ദുബൈയിലൊക്കെ ഉണ്ടോന്ന് അറിയില്ല എനിക്ക്, ഇവിടെ സൗദി അറേബ്യയിലുള്ള ഏത് ഹോസ്പിറ്റലിൽ പോയാൽ ഹോസ്പിറ്റലിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എന്ത്? ഹോസ്പിറ്റൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എനിക്ക് രോഗം ബാധിച്ചാൽ അള്ളയാണ് എന്റെ രോഗത്തെ ശിഫിയാക്കൂ എന്ന് ലോക നേതാക്കളിൽ മഹാനേതാക്കളായിട്ട് റബ്ബ് സെലക്ട് ചെയ്ത രണ്ട് നേതൃത്വമുണ്ട്. ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, മറ്റൊന്ന് നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി. ആ ഇബ്രാഹിമിന്റെ നാവിലൂടെ പറഞ്ഞതായിട്ട് നമുക്ക് ഖുർആനിലൂടെ ഇറക്കാനുള്ള. എനിക്ക് രോഗം ബാധിച്ചാൽ അള്ളയാണ് മാറ്റാം. പിന്നെ രോഗം മാറ്റാൻ ഖബറിലേക്ക് പോകാമോ? ഔലിയാക്കന്മാരിലേക്ക് പോകാമോ? ക്ലിനിക്കിലേക്ക് പോകാം. ഏത് ക്ലിനിക്ക്? ജിന്ന് വിതരണ പദ്ധതി, ഔലിയ വിതരണ പദ്ധതി, ഖബറിന്റെ വിതരണ പദ്ധതി, എന്തൊക്കെ പദ്ധതികൾ. കാസർഗോഡ് ജില്ല എൻ്റെ ജില്ലയാണ്, നിങ്ങൾ പലർക്കും അറിയാത്തതായിരിക്കും. ആ ഭാഗത്തൊക്കെ ചില ഖബറുകളെ കുറിച്ച് കാസർഗോഡ് ഖാദിയാറാകുന്ന ഇപ്പോഴത്തെ ഖാദിയല്ല, 40 കൊല്ലം പണ്ട് ഖാദിയായ ആജി AP അബ്ദുറഹ്മാൻ മുസ്ലിയാർ വെളിമുക്കാരൻ. അദ്ദേഹം എൻ്റെ ഫസ്റ്റ് ഉസ്താദാണ്. അദ്ദേഹം ഒരു അവസരത്തിൽ എന്താണ് സഞ്ചാൻ എന്നൊരു ഒരു പുസ്തകമുണ്ട്, ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച സഞ്ചാനല്ലേ, സഞ്ചാൻ. ആ പുസ്തകം ഞങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. അപ്പോൾ അസ്ലു വെക്കാന്നൊരു പദ്ധതിയുണ്ട്. ഈ അസ്ലു വെച്ചിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്. എന്ത്? അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ മംഗലാപുരം വരെ അദ്ദേഹം ഖാദിയാണ്. കസ്റ്റഡിയിൽ ഖബറിന്റെ അകത്ത് ആളില്ലാത്ത ഖബറുകളുണ്ട്. ഖബറിന്റെ അകത്ത് ആരുമില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഖബറുകൾ. ആര് പറയുന്നു? കാസർഗോഡ് വലിയ ഖാദിയാറേ മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. ഇതാണ് പലയിടങ്ങളിൽ സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പേരെടുത്ത ഒരു രാഷ്ട്രീയ നേതാവ് വന്നിട്ട് എന്നോട് ചോദിച്ചു, അദ്ദേഹം പാർലമെന്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് കുറെ ചോദിക്കാണ്ട്. വന്ന ഉടനെ എന്നോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചു, സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഖബർ എവിടെ വല്ലവീന്ന്? ഓബ്രെ എന്ന് പറയുന്ന ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹം മദീനയിൽ ഖബറടക്കപ്പെട്ടിട്ടുണ്ട്. മദീനയിലോ? ഞാൻ ഡമസ്കസിൽ അദ്ദേഹത്തിന്റെ വലിയ ഡോം കണ്ടു, അതിൽ സഅദ് ഇബ്നു അബീ വഖാസ് എഴുതി കണ്ടു. കൃത്രിമം എവിടെയുമുണ്ട്, അറബ് രാഷ്ട്രത്തിലുണ്ട്, അനബ് രാഷ്ട്രത്തിലുണ്ട്. സൗദി അറേബ്യയില്ലാത്ത എവിടെയും ഈ സൈസിലുള്ള കൃത്രിമം കാണാം. ഞാൻ പറഞ്ഞു, അത് ശരിയല്ല. സഅദ് ഇബ്നു അബീ വഖാസ് സ്വർഗത്തിന് ടിക്കറ്റ് കിട്ടിയ 10 ആളൊരാളാണ്. അദ്ദേഹം മറിഞ്ഞു കിടക്കുന്നത്, അദ്ദേഹം മരിച്ചത് ഇവിടെയുള്ള വാദി അഖീഖിലാണ്. അദ്ദേഹം മരിച്ചത് വാദി അഖീഖിൽ നിന്നിട്ട് അദ്ദേഹത്തിന് മനുഷ്യൻ ആള് വണ്ടി, മറ്റേ ഉണ്ടുവണ്ടിയൊന്നല്ല, ആൾക്കാരുടെ തോളുകളുടെ മീതെ കയറ്റിയിട്ടാണ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഖബറടക്കപ്പെട്ടത്. അദ്ദേഹം തൽക്കാലം സമ്മതിച്ചു. ഓഫീസിലേക്ക് പിറ്റേ ദിവസം യൂണിവേഴ്സിറ്റിയിൽ വന്നു. കമ്പ്യൂട്ടർ തുറന്നിരിക്കുകയാണ്. ഞാൻ തുറന്നു. സഅദ് ഇബ്നു അബീ വഖാസ് ബട്ടഞ്ഞക്കി വന്നു. മൗലവി വന്ന് മരിച്ച സ്ഥലം കാണട്ടെ. മരിച്ച സ്ഥലം അടിച്ചു. അപ്പോൾ വന്നു, അൽ മദീനയിലെ ബഖീയിലാണ് അദ്ദേഹം മരിച്ചു കിടക്കുന്നത്. സമാധാനായി മൂപ്പർക്ക്, സമാധാനായി. ഇതാണ് യാഥാർത്ഥ്യം. എന്ത്?